നമസ്കാരം. എന്ന നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. പെരുന്ന NSS ആസ്ഥാനത്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ്റെ സന്ദർശനത്തിനോടനുബന്ധിച്ച് സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി ബോംബ് സ്ക്വാഡിലെ നായയെ പ്രവേശിപ്പിക്കുന്നത് സംബന്ധിച്ച് NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ നടത്തിയ പ്രസ്താവന വലിയ സാമൂഹിക രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഒരു സുരക്ഷാ പ്രോട്ടോക്കോളും മറുവശത്ത് ആചാര സംരക്ഷണവും തമ്മിലുള്ള ഒരു തർക്കമായിട്ടാണ് ഇതിനെ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും ഒക്കെ വിലയിരുത്തിയത്. എന്നാൽ അത് അങ്ങനെയാണോ എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത്. എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇത് സുരക്ഷാ പ്രോട്ടോക്കോളും ആചാര സംരക്ഷണവുമായിട്ടുള്ള ഒരു തർക്കമല്ല, മറിച്ച് NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ NSSൻ്റെ നേതൃത്വവും കേന്ദ്ര ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുമായിട്ടുള്ള ഒരു ഈഗോ ക്ലാഷ് ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ സമീപകാലത്ത് വരെ പെരുന്ന പോപ്പ് എന്നറിയപ്പെടുന്ന പെരുന്ന NSS ജനറൽ സെക്രട്ടറി പറയുന്നവർക്ക് അതിൽ അംഗങ്ങൾ NSSലെ ആൾക്കാർ വോട്ട് ചെയ്യാറുള്ളൂ. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ NSSലെ അംഗങ്ങൾ മാറി ചിന്തിച്ചു. അതിൻ്റെ ഫലമായി BJPക്ക് വോട്ട് ചെയ്തു എന്നതാണ് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ കാഴ്ചവോട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും, കാരണം ഈ പോപ്പ് പെരുന്ന പോപ്പ് എന്ന് കളിയാക്കി പറയുകയാണെങ്കിൽ അദ്ദേഹം NSS എപ്പോഴും സമദൂരം ശരിയായ ദൂരം എന്നുള്ളൊരു സൈദ്ധാന്തത്തിലായിരുന്നു ഉറച്ചു നിന്നത്. ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും ഒപ്പം അല്ലെങ്കിൽ അവർക്കൊരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു പിന്തുണയൊന്നും നൽകാറില്ല. സന്ദർഭത്തിനനുസരിച്ച് ആടിയുലഞ്ഞൊക്കെ തൊട്ടും തൊടാതെയും ഉള്ള ഒരു നിൽപ്പായിരുന്നു NSSൻ്റേത്. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി അണികളെല്ലാം NSSലെ അംഗങ്ങളെല്ലാം തന്നെ മാറി ചിന്തിച്ചു, BJPക്ക് പരസ്യമായി പിന്തുണ നൽകി എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ അധികാരം കയ്യിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമുദായിക നേതാവിൻ്റെ രോധനമായിട്ടേ ഇതിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം അദ്ദേഹം പറയുന്നത് നായയെ കയറ്റുന്നതിന് പകരം അത് ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിക്കാമായിരുന്നു. കാരണം പെരുന്ന NSS ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരു ആത്മീയമായ വിശുദ്ധിയുള്ള ക്യാമ്പസാണ്. മന്നത്ത് പത്മനാഭൻ്റെ സമാധി അടക്കം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു ആത്മീയ ശുദ്ധിയുള്ള ഒരു സ്ഥലമാണ്. അവിടെ അതിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നായയെ കയറ്റാൻ പാടില്ല എന്ന് മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ച് ബോംബ് പരിശോധനയൊക്കെ നടത്താമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതും ആരോടാണ് കൽപ്പിക്കുന്നതെന്ന് ആലോചിക്കണം. ഔദ്യോഗികമായിട്ടുള്ള സുരക്ഷ നമ്മുടെ രാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു ഉപരാഷ്ട്രപതിയുടെ സുരക്ഷ എന്ന് പറയുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പ്രോട്ടോക്കോളാണ്. അത് പാലിക്കപ്പെടേണ്ടതാണ്. അതിനെ ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് എത്ര അഹങ്കാരം, എത്ര എറഗൻസ് ഉണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഭരണഘടനയേക്കാൾ വലുതാണ് തങ്ങൾ എന്നുള്ള കുറച്ച് ആൾക്കാരെ പിന്നിൽ നിർത്തിക്കൊണ്ട് SNDP NSSും കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ
ചെറുതല്ല. അവരുടെ ഒരു ആളുകളെ തെരുവിലിറക്കി ശക്തി അംഗബലം കാണിക്കുന്ന ഒരു രീതിയുണ്ട്. അതിൻ്റെ ഇത്ര ആൾക്കാർ തങ്ങളുടെ പിന്നിലുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ എന്ന് ആൾക്കാരെ ധരിപ്പിച്ചുകൊണ്ട് ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും കാര്യങ്ങളുമാണ് അദ്ദേഹത്തെ പോലുള്ള സാമുദായിക നേതാക്കൾ ചെയ്യുന്നത്. അദ്ദേഹമാണെങ്കിലും SNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനയ്ക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം പരാമർശങ്ങളെയൊക്കെ പിടിച്ചു കെട്ടേണ്ടത് തന്നെയാണ്. അപ്പോൾ അതിനെ സുരേഷ് ഗോപി പറഞ്ഞു, പെരുന്നാളെ NSS ആസ്ഥാനം സ്വയം ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അവിടെ ഉള്ളവർ അതിനെ ശുദ്ധീകരിച്ചോളും. ഇതിന് ബദൽ സംവിധാനം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ളത്. ബദൽ സംവിധാനം കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ്. സമുദായ നേതാക്കൾ ഏത് സമുദായമാവട്ടെ, ക്രിസ്തീയാവട്ടെ, മുഹമ്മദീയരാവട്ടെ, മുസ്ലിംസ് ആവട്ടെ, ഇസ്ലാം ആവട്ടെ, ഹൈന്ദവ സംഘടനകൾ, അവരെ ഈഴവരാവട്ടെ, നായരാവട്ടെ, സമുദായ സംഘടനകൾ ഭരണഘടനയെ വെല്ലുവിളിക്കുക എന്നുള്ളത് അനുവദിച്ചുകൂടാത്ത ഒന്ന് തന്നെയാണ്. അപ്പോൾ കുറച്ച് ആളുകൾ തങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ജാതീയത ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ജാതിയുടെ അംഗബലം കാണിച്ചുകൊണ്ട് തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ നേടിയെടുക്കുക, നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും അതിലേക്ക് വരുന്ന ഫണ്ട് ഒക്കെ സ്വന്തം ഇഷ്ടത്തിന് തിരിമറി ചെയ്യുകയും വലിയ വലിയ അഴിമതികളും നടത്തുകയുമാണ് ഇപ്പോൾ സമുദായ നേതാക്കന്മാരൊക്കെ ചെയ്യുന്നത്. ഇതിനൊരു ബദൽ സംവിധാനം വേണ്ട. ഏതർത്ഥത്തിലാണോ, ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിലാണോ ശ്രീ സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞത് എന്നെനിക്കറിയില്ല. അവിടെ നേതൃത്വത്തിൻ്റെ മാറ്റം എന്ന് പറയുന്ന ഒരു ബദൽ സംവിധാനം ആണെങ്കിൽ അത് പോരാ, ബദൽ സംവിധാനം തന്നെ വേണം. എന്തിനെ ഈ സമുദായത്തിൻ്റെ പുതിയ തലമുറയിൽ എല്ലാവരും തന്നെ ഇപ്പോൾ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിലൊന്നും നിൽക്കുന്നില്ല. എല്ലാവരും റിലീജിയസ് ഇൻ്റർ കാസ്റ്റ് മാരേജസ് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒക്കെ സങ്കരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നായർ, ഇഴവ, മുസ്ലിം, പുലയ എന്നുള്ള ഒരു റിജിഡായിട്ടുള്ള വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഇവിടുന്ന് ഓൾമോസ്റ്റ് വാനിഷ്ഡായി. എല്ലാവരും ഇൻ്റർ കാസ്റ്റ്, ഇൻ്റർ റിലീജിയസ് മാരേജസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ബദൽ സംവിധാനം വേണം. എല്ലാം ഹ്യൂമാനിറ്റേറിയൻ മനുഷ്യന് വേണ്ടിയുള്ളതാവണം. നായർക്ക് വേണ്ടിയിട്ടുള്ളതോ, പട്ടർക്ക് വേണ്ടിയിട്ടുള്ളതോ, പൊലയനും പറയനും വേണ്ടിയിട്ടുള്ളതോ, ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ടുള്ളതോ, ഈഴവിന് വേണ്ടിയിട്ടുള്ളതോ മാത്രമായിരിക്കരുത് ഇത്തരം സംഘടനകൾ. അത് മാത്രമല്ല, അവിടെ ഇനിയിപ്പോൾ അവിടെ ഒരു തെഫ്റ്റ് നടന്നു. അവിടെ ഒരു കുട്ടി ഇപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിലൊക്കെ, ശ്രീകോവിലിൻ്റെ മുന്നിലൊക്കെ കൊണ്ടുപോയിട്ട് പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്നുണ്ട്. അവിടേക്ക് പോലീസിനോ നായിക്കോ കയറാൻ പാടില്ല എന്ന് ഇവർ നിഷ്കർഷിച്ചാൽ നമുക്കത് കയ്യും കെട്ട് നോക്കി നിൽക്കാൻ പാടുമോ? ഒരു അമ്പലമുണ്ടെന്ന് വെച്ചിട്ട് അവിടെ അമ്പലം അല്ലെങ്കിൽ പള്ളി ഉണ്ട് വെച്ചിട്ട് അവിടെ ഒരു അനീതി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആൾക്കാർക്ക് കയറി ചെല്ലാൻ പാടില്ല. അവരുടെ ആയുധങ്ങളുമായിട്ടും കയറി ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും അന്യായമാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെങ്കിൽ അവിടേക്ക് അത് കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ. അത് അവിടെ അപ്പോൾ ഭരണഘടനയേക്കാൾ വലിയ ഒരു ഫോഴ്സ് ഒരു ക്രിയേറ്റ് ചെയ്യല്ലേ, സമാന്തരമായൊരു ഫോഴ്സ് അവർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയല്ലേ, ഭരണഘടനയെ വെല്ലുവിളിക്കുകയല്ലേ ശ്രീ സുകുമാരൻ നായരൊക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം മേലാള മനോഭാവം പൂർണ്ണമായും ഈ സമുദായ നേതാക്കന്മാർ വെടിയേണ്ടതാണ്. ആരും ഭരണഘടനയ്ക്ക് അതീതരല്ല, എല്ലാവരും ഭരണഘടനയ്ക്ക് കീഴ്പ്പെട്ട് തന്നെ ഇരിക്കേണ്ടതാണ് എന്നാണ്, കീഴ്പ്പെട്ടിരിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് ഇതിനോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതിയായ CP രാധാകൃഷ്ണനും പറഞ്ഞത്. ഇത്തരം മേലാള മനോഭാവങ്ങൾ വെടിയേണ്ടത്. നായയെ കിടന്ന് ഞാനിപ്പോൾ ബ്രാഹ്മണർ നടത്തുന്ന വൈദ്യനാഥ ക്ഷേത്രത്തിലൊക്കെ സ്ഥിരം പോകാറുണ്ട്. അവിടെ ആരുമില്ല. ഭഗവാന് ശിവേലി എഴുന്നള്ളിക്കുമ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞുണ്ടാവില്ല. വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അവിടെ ശിവരാത്രിക്കൊക്കെ ആൾക്കാരുണ്ടാവാറുള്ളൂ. വളരെ കുറച്ച് എനിക്ക് ഭഗവാനും ഞാനും എന്ന രീതിയിൽ മാത്രമാണ് ശിവേലി എഴുന്നള്ളിക്കുമ്പോൾ അവിടെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഭയങ്കര പീസാണ് നമുക്ക്. ആ സമയത്ത് പട്ടികൾ ഇങ്ങനെ അലഞ്ഞിരുന്ന് ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് വരെ സ്ട്രേ ഡോഗ്സ് കയറുന്നുണ്ട്.
പട്ടി കയറി എന്ന് വെച്ചാൽ പട്ടിയും ദൈവം നായ ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ ശ്രീ സുകുമാരൻ നായരെ? നായ എന്തിനാ അത്ര അറപ്പ് കൽപ്പിക്കുന്നത്? പാമ്പ്, കിളി, അതേപോലെ തന്നെ പക്ഷി മൃഗാദികളെ, മനുഷ്യനും പക്ഷി മൃഗാദികളൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അവരെ ബോധപൂർവ്വം അതിൻ്റെ ഉള്ളിൽ കയറ്റി അശുദ്ധാക്കണമെന്നല്ല പറഞ്ഞത്. എത്ര വട്ടം ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്കല്ല, ആ നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക്, ആ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്കവിടെ നിന്ന് തൊഴാൻ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് പട്ടികൾ കയറി വരുന്നു. ചിലപ്പോൾ അടിച്ചോടിക്കും, ചിലപ്പോൾ അവർ ചുറ്റും കയറിപ്പോവും, ചിലപ്പോൾ പൂച്ച കയറും. നമുക്കൊക്കെ അറിയില്ലല്ലോ. ഇതന്നെ തോന്നുന്നു ആൾക്കാർ വഴിമാറി കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഭൂതദയ വേണ്ടേ? നായ എങ്ങനെയാണ് മോശമാവുക? നായ എങ്ങനെയാണ് ഒരു അശുദ്ധമാവുക? ശ്രീ സുകുമാരൻ നായരുടെ മനസ്സിനേക്കാൾ ശുദ്ധി ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കും നായയ്ക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ശുദ്ധമാക്കേണ്ടത് ശ്രീ സുകുമാരൻ നായരുടെ മനസ്സാണ്. മനസ്സ് ശുദ്ധമാക്കട്ടെ. അതുപോലുള്ള അത്തരം ക്ലാവ് പിടിച്ച ചിന്തകളും ഒക്കെ ഉള്ളവരുടെ മനസ്സാണ് ശുദ്ധമാക്കേണ്ടത്. നന്ദി, നമസ്കാരം.